നാണക്കേട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ടില്ല. കേരളത്തിൽ UDF വിജയിക്കുമോ എന്നൊന്നും അറിയില്ല. വിജയിക്കുമെന്നങ്ങ് കരുതി മുഖ്യമന്ത്രി സ്ഥാനത്തിന് കടിപിടി കൂടെയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇതിനു മുമ്പും ഗ്രൂപ്പ് വഴക്ക് ഭീകരമായി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. കരുണാകരൻ ആന്റണി ഗ്രൂപ്പിന്റെ കാലത്ത്. അന്ന് ഹൈക്കമാൻഡ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇപ്പൊ കരുണാകരനായാലും ആന്റണി ആയാലും മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് ബാക്കിയുള്ളവർ അക്ഷരം വേണ്ടിയിട്ടില്ല. അത് അംഗീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, ഹൈക്കമാൻഡ് പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതുപോലെ താക്കീതുമായി ഹൈക്കമാൻഡ് വന്നു എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. കേരളത്തില് ആവശ്യമില്ലാതെ കിടന്ന് ഒച്ചമ്പളി നായിട്ടുണ്ടാക്കണ്ട, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടുമെന്ന് അത് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു KC വേണുഗോപാൽ നേരത്തെ പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പേര് വലിച്ചെടുക്കേണ്ട, നമ്മൾ ഇതിനകത്തൊന്നുമില്ല, എന്തോ ചായക്കോളിയെന്ന്. ഇവിടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണം, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം, അതുപോലെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം, ഇങ്ങനെയൊക്കെ ധാരാളം ക്യാമ്പയിനുകൾ നടക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു സാധാരണ ഇപ്പൊ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്യല്ല, ഈ ക്യാമ്പയിനുകൾ. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അത്രയും ഭാഗം ആകാശം ഇടിഞ്ഞു വീഴും എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് തോന്നുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് ഇടപെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴാണ് LDF തന്നെ മൂന്നാമത് ഭരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഭരണം കിട്ടുമെന്ന് ഉറപ്പായിട്ടില്ല, അപ്പോൾ തന്നെ ഭരണത്തിന് വേണ്ടിയിട്ട് കടിപിടി, തമ്മിലടി, എന്തൊക്കെയാണ്. പോട്ടെ, നമുക്ക് പിണറായി സത്ത മാത്രമല്ലേ നമ്മൾ എതിർപ്പുള്ളൂ. പിണറായി വിജയൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഇനി അഥവാ ജയിച്ചു കഴിഞ്ഞാലും അദ്ദേഹം അങ്ങോട്ട് മാറി നിൽക്കട്ടെ. മുഖ്യമന്ത്രിയാകണ്ട, മന്ത്രിയാകണ്ട, ഒരു MLA അദ്ദേഹം തുടരട്ടെ. ഇനി അതല്ലെങ്കിൽ രാജിവെച്ച് കണ്ട് വേറെ ആരെങ്കിലും മത്സരിപ്പിക്കട്ടെ, എന്നാലും വേണ്ടില്ല. ഇനി തോറ്റു പോവാണെങ്കിൽ അത്രയും സന്തോഷം. മൂന്നാമതും LDF സർക്കാർ വന്നാൽ മതി, അതായിരിക്കും നല്ലത്. ഇതിനേക്കാൾ ഭേദം അതാണ്. Different angles. Don't forget to subscribe and support this channel.